Sweetening of a carbohydrate. Okay, dear friends, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാർബോഹൈഡ്രേറ്റ്സിലുള്ള ഒരു ഭാഗമാണ്. കല്യാൺ അല്ലേ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേര് കിട്ടിക്കാണും എന്താണെന്ന്. കല്യാണി അല്ലല്ലോ. എന്താണ്? കില്യാണി. കില്യാണി ഫിഷർ സിന്തസിസ്. അപ്പം എന്താണ് കില്യാണി? ഈ പേര് കൊണ്ട് തന്നെ വളരെ രസകരമായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ഒരു റിയാക്ഷനാണ്. പക്ഷേ എന്നാലും റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പേര് കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ എന്താണ് കില്യാണി ഫിഷർ സിന്തസിസ്? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കില്യാണി ഫിഷർ സിന്തസിസിൽ സ്റ്റാർട്ടിങ് ഒമോട്ടായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അരബിനോസ് ആണ്. ദറ്റ്സ് എ 5 carbon sugar. You can see CHO here. Then CHOH thrice. ഇത് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. CH2OH. അപ്പം നമ്മുടെ റിസൾട്ടിങ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു CHOയും CHOH ത്രൈസിന് പകരം CHOH 4 times CH2OH. അതാണ് നമുക്ക് ഗ്ലൂക്കോസ്. അപ്പോൾ അരബിനോസിനെ നമ്മൾ ഗ്ലൂക്കോസായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാർബൺ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 5 കാർബണിൽ ഒരു കാർബൺ കൂടെ ആഡ് ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് HCN ആണ്. HCN ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, കാർബണൈൽ കോമ്പൗണ്ട്സ് C ഡബിൾ ബോണ്ട് ഓയിൽ HCN ആഡ് ചെയ്യുമ്പോൾ HCNനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, H+ഉം CN-ഉം. അതുപോലെ ഈ കാർബണൈൽ ഗ്രൂപ്പിൽ ഓക്സിജൻ അടുത്തേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്താൽ കാർബൺ പ്ലസും ഓക്സിജൻ മൈനസും ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി H+ വിൽ ബി ആഡഡ് ഓൺ ദിസ് O- ആൻഡ് CN വിൽ ബി ആഡഡ് ടു ദിസ് കാർബൺ. സോ യു ഗെറ്റ് CCN ഹിയർ. ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പായതുകൊണ്ട് അവിടെ ഒരു H ഉണ്ടാവും. പിന്നെ O ഡബിൾ ബോണ്ടോ മാറിയിട്ട് സിംഗിൾ ബോണ്ട് OH ആയി. അപ്പോൾ ഒരു CH ഡബിൾ ബോണ്ട് O എന്തായിട്ട് മാറി? CHOHCN. ഇങ്ങനൊരു അഡീഷൻ കോമ്പൗണ്ടിനെ നമ്മൾ സയൻ ഹൈഡ്രിൻ എന്നാണ് വിളിക്കുക. സയൻ ഹൈഡ്രിൻ. ഇത് ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും അഡീഷൻ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ സയനൈഡിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ്, സയൻ ഹൈഡ്രിൻ ഫോർമേഷനാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. സോ HCN ഈസ് ആഡഡ് ടു ദിസ് CHO ഗ്രൂപ്പിൽ ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു CN ആഡ് ചെയ്തു, H അവിടെ ഉണ്ട്, ഓയിൽ ഒരു ഹൈഡ്രജൻ വന്നു. അപ്പോൾ ദാറ്റ് ചേഞ്ചസ് ടു CHOH ആൻഡ് CN. സോ ദിസ് ഈസ് സയൻ ഹൈഡ്രിൻ ഫോർമേഷൻ. ദിസ് ഈസ് സയൻ ഹൈഡ്രിൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റാണ്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ബേരിയം ഹൈഡ്രോക്സൈഡാണ് അവിടെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട്, ഈ കോമ്പൗണ്ടിനെ ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈഡ്രോളിസിസ് ഒന്നുകൂടെ നോക്കുകയാണ്. CN ഗ്രൂപ്പ്, ദാറ്റ് ഈസ് C=N. ട്രിപ്പിൾ ബോണ്ട് Nൽ ഹൈഡ്രോളിസിസ് വരുമ്പോൾ നമുക്ക് അഡീഷൻ നടക്കുന്നത്. ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് എഴുതാൻ. അപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ അഡീഷൻ HOH, ദെൻ അപ്പോൾ NHും COHും ആവും. അപ്പോൾ ഒരു ബോണ്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബോണ്ട് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഒരു Hും OHും ആഡ് ചെയ്യും. അപ്പോൾ 2 ബോണ്ടായി. പക്ഷേ ഇത് ലിബറേറ്റ് ചെയ്യണമെങ്കിൽ ഈ മൂന്നാമത്തെ ബോണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു Hും ഒരു OHും ആഡ് ചെയ്യണം. അപ്പോൾ കാർബണിലേക്ക് 3 OHും നൈട്രജനിലേക്ക് 3 ഹൈഡ്രജനും വന്നു. നൈട്രജൻ ഇപ്പം അമോണിയയായിട്ട് ഈസി ആയിട്ട് ലിബറേറ്റ് ചെയ്യാം, എസ്കേപ്പ് ചെയ്യാം. കാർബണിൻ്റെ കേസിൽ കാർബണിന് 3 ഓക്സിജനെ OHനെ ഒരുപോലെ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടുന്ന് ഒരു H2O മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് COOH അവിടെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് ഇവിടെയാണ് HOH നടക്കുന്നത്. 3 മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് COOH CHOH. CN മാത്രം ചേഞ്ച്, ബാക്കി ഇവിടെ 1 2 3 ഇവിടെ വെച്ച് തന്നെ 1 2 3 4 CHOH 4 times ആയിട്ടുണ്ട്. ഇവിടെ CHOH ത്രൈസ് ആണ്, ഇവിടെ 4 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ CN ആയതുകൊണ്ട് നമുക്ക് CNനെ മാറ്റി CHO ആക്കണം. അതിനുള്ള സ്റ്റെപ്സാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. അത് ബേരിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രലൈസ് ചെയ്ത് അത് COOH ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് ഇതിനെ എന്നിട്ടൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും
നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട്. അപ്പോൾ ഈ ഇതിനെ നമ്മൾ ഈ കാർബോക്സിലിക് ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ മറ്റൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഈ ആൽക്കലൈൻ മീഡിയത്തെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുവാണ്. അങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആൽഡോണിക് ആസിഡ്, ഇത് ഗ്ലൂക്കോസിൻ്റെ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഗ്ലൂക്കോണിക് ആസിഡാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോണിക് ആസിഡ് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഗ്ലൂക്കോണിക് ആസിഡിൻ്റെ റിഡക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് റിഡക്ഷൻ ചെയ്യുമ്പോൾ ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ഒരു H2O എലിമിനേഷൻ നടക്കും. H2O എലിമിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിലെ OHും ഇത് ആൽഫ കാർബണാണ്. ഇത് COH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. അപ്പോൾ ഈ ഗാമ കാർബണിൽ നിന്ന് ഒരു എച്ചും കൂടെയാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഒരു എച്ചും ഇവിടെ നിന്ന് ഒരു OHും എടുക്കുമ്പോൾ ബാക്കി ഇവിടെ ഒരു CH ഉണ്ട്. ഈ ഓക്സിജൻ ഒരു വാലൻസി ഫ്രീ ആവും. അത് വന്നിട്ട് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് COH ഗ്രൂപ്പിലെ C ഡബിൾ ബോണ്ട് അവിടെയുണ്ട്. കാർബൺ ഒരു OH മാറിയതിൻ്റെ ഫ്രീ വാലൻസി വന്നിട്ട് ഇവിടത്തുള്ള Oയുടെ വാലൻസിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ലാക്ടോൺ റിങ് ഫോം ചെയ്യുവാണ്. അതിൽ ഗാമ കാർബണാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ഇതിനെ ഒരു ഗാമ ലാക്ടോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു റിങ് ഫോമേഷനാണ് നമുക്ക് ഈ ഗ്ലൂക്കോണിക് ആസിഡിൻ്റെ ഒരു ലാക്ടോൺ റിങ് ഫോം ചെയ്യും. പിന്നെ ഈ ലാക്ടോൺ റിങ്ങിന്, അതായത് ഇവിടെ കാർബണൈൽ ഗ്രൂപ്പിനെ നമുക്ക് CHO ഗ്രൂപ്പാക്കി മാറ്റണം. ഇവിടെ 1 2 3 4 5 6th കാർബണായി, പക്ഷേ CO എൻഡിൽ CO ഫ്രീ അല്ലല്ലോ, അതുകൊണ്ട് അത് ലിങ്ക്ഡ് ആണ്. പക്ഷേ ഇതിനെ ഫ്രീ ആക്കണമെങ്കിൽ ഒരു ഹൈഡ്രജൻ എങ്കിലും അവിടെ വരണം. CHO ആയിട്ട് മാത്രമേ എൻഡ് കാർബണിന് നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ റിഡക്ഷൻ ചെയ്യുന്നു. സോഡിയം അമാൽഗം ആൻഡ് സൾഫ്യൂരിക് ആസിഡാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അതല്ലെങ്കിൽ നമുക്ക് സോഡിയം ബോറോ ഹൈഡ്രേറ്റ് റിഡക്ഷന് ഉപയോഗിക്കാം. എന്നിട്ട് ഈ ലാക്ടോൺ റിങ് ബ്രേക്കപ്പ് ആവും. എന്നിട്ട് യു ഗെറ്റ് CHO. ഇവിടെ തിരിച്ച് ഗാമ പൊസിഷനിൽ CHOH തിരിച്ച് വരുന്നു. എന്നിട്ട് ലാസ്റ്റ്ലി യു ഗെറ്റ് 6 കാർബൺ ഹെക്സോസ് ഷുഗർ, ദറ്റ് ഈസ് ഗ്ലൂക്കോസ്. അപ്പം ഇവിടെ മധുരമില്ലാത്ത അരബിനോസിനെ മാധുര്യമുള്ള ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് അപ്പ് പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഇത് ഇറ്റ്സ് എ ചെയിൻ, കാർബൺ ചെയിന് ഒരു ആറ്റം കൂട്ടി, ഒരു ഹയർ ഹോമലോഗാണ് നമ്മളിവിടെ സിന്തസൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ചെയിൻ ലെങ്തനിങ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. സോ അവർ കില്യാണി ഫിഷർ സിന്തസിസ് ഈസ് എ ചെയിൻ ലെങ്തനിങ് പ്രോസസ്. Thereby you can convert a 5 carbon sugar to a 6 carbon sugar. By similar method you can convert any 6 carbon to 7 carbon and so on. So in any case 1 carbon atom is added to the aldehyde. So ഇത് ആൽഡോസിൻ്റെ സ്റ്റെപ്പിംഗ് അപ്പ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആൽഡോസിൻ്റെ ചെയിൻ ലെങ്തനിങ് മെക്കാനിസമാണ് കില്യാണി ഫിഷർ സിന്തസിസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത് ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു. കില്യാണി സിന്തസിൽ നമുക്ക് ഒന്നും കൂടെ മറ്റൊരു വശം കൂടിയുണ്ട് എന്ന് പറയുന്ന പോലെ ഈ CHO, ഈ അരബിനോസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡി ഗ്ലൂക്കോസ് കിട്ടുന്നതാണ് മെയിൻ പ്രോഡക്റ്റ് പറഞ്ഞു. പക്ഷേ ഇതിനൊരു മറ്റൊരു സാധ്യത, ഈ ലാക്ടോൺ റിങ്ങിൻ്റെ ഓപ്പണിങ്ങിൽ നിന്ന് നമുക്ക് പിന്നെ റിഡക്ഷൻ ചെയ്യുമ്പം കിട്ടുന്നത് ഡി ഗ്ലൂക്കോസും അതിൻ്റെ എപ്പിമറായിട്ടുള്ള ഡി മാനോസിനും സാധ്യതയുണ്ട്. പക്ഷേ ഡി മാനോസിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കുകയും ഡി ഗ്ലൂക്കോസ് ഒരു മേജർ പ്രോഡക്റ്റായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് എപ്പിമേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഇത് ഡി ഗ്ലൂക്കോസും ഡി മാനോസും എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. CHOയുടെ തൊട്ട് താഴെ വരുന്ന, അതായത് ആൽഫ കാർബണിൻ്റെ കോൺഫിഗറേഷൻ ലെഫ്റ്റ് ഓർ റൈറ്റ് വരുന്നതാണ് എപ്പിമേഴ്സ്. അതും കൂടെ ഒന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.